Good morning. It's me, Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic, positive day. Be positive always. In such a way, you can get rid of your old diseases and all. Keep your mind well and live happily. Okay? നമ്മുടെ ഒരു പോളിസിയാണ് ബി പോസിറ്റീവ് ഓൾവേസ്. നമുക്ക് ഒരു ചെലവില്ലാത്തൊരു കാര്യമാണ് നെഗറ്റീവ് പറയുക, മറ്റുള്ളവരെ കുറ്റം വിധിക്കുക. പലരും ആത്മഹത്യ ചെയ്യുന്നു. ജീവിതകാലം മുഴുവൻ ഈ ദുഃഖവും പേര് നമ്മൾ നടക്കുന്നു. അത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മളെക്കൊണ്ടാകാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് നമുക്ക് ജീവിക്കാം അല്ലേ? നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരാളും നമ്മളെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അവരെ നമ്മൾ ബഹുമാനിച്ച് പഠിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കും ബഹുമാനവും സ്നേഹമൊക്കെ കിട്ടും അല്ലേ? ഓക്കെ. കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പം വളരെ ഊർജ്ജസ്വലമായ വാർത്തകൾ ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത് നമ്മുടെ വിഷയമല്ല, അത് നമ്മുടെ ചാനലിൻ്റെ വിഷയമല്ല. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവർക്കിഷ്ടമുള്ള ഒരു ഗവൺമെൻറ് വരണമെന്ന് അവരാഗ്രഹിക്കട്ടെ അല്ലേ? ഓക്കെ. പക്ഷെ എന്നാൽ നമ്മൾ വല്ലപ്പോഴൊക്കെ പറഞ്ഞു, എന്താ ഇവിടെ സൂപ്പർ ഭരണം ഉണ്ടായിരുന്നു, ഈ ഭരണത്തേക്കാൾ മേന്മേറിയ ഭരണം വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനകത്ത് ആർക്കും കുശം കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വലിയ കഴിവ്. ഞാൻ 35 വർഷം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ LSTD അല്ലെ പഞ്ചായത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എനിക്കറിയാം പല പഞ്ചായത്തിലും വേണ്ടത്ര വരുമാനമൊന്നുമില്ല. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് അവർ പഞ്ചായത്ത് ഓടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അവിടെ ഇലക്ഷനുണ്ട്. ആ ഇലക്ഷനിൽ അവരും പ്രഖ്യാപിക്കും, ഞങ്ങൾ വഴികൾ തരും, കുളം തരും, സ്കൂൾ തരും എന്നൊക്കെ പറയും. പക്ഷെ അത് നടക്കുമൊന്നുമില്ല. പക്ഷെ എന്നാലും അവിടുത്തെ മെമ്പർമാരും പ്രസിഡൻ്റൊക്കെ ജീവിക്കുന്നില്ലേ? എങ്ങനെയാണ് അവർ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഇഷ്ടം. ഞാനും ഇതൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൻ്റെ വരുമാനം ഇത്രയേ ഉള്ളൂ. തനത് വരുമാനം കുറവാണ്. ഗ്രാൻഡിനൈഡാണ് കൂടുതൽ കിട്ടുന്നത്. അതെല്ലാം കണ്ടീഷണലാണ്, പ്രോജക്റ്റ് വൈസാണ്. അപ്പോൾ എനിക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ ആ മെമ്പറോടൊപ്പം നിൽക്കും. അല്ലാതെ അയാൾ അമാനുഷിക്കണമെന്നും അല്ലെന്ന് അവർക്കറിയാം. പക്ഷേ എന്നാൽ ചില പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയൊക്കെ ഫണ്ട് കൂടുതലുണ്ട്. അപ്പോൾ അവർക്ക് ചിലത് കൂടുതൽ ചെയ്യാനും പറ്റും. ഇതൊക്കെ സമ്മിശ്ര വികാരം. ഓക്കെ. എനിഹൗ നമുക്കറിയാം, കേരളം ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. ഇതാരെത്ര മറച്ചു വെച്ചാലും ആരെത്ര ഒളിച്ചു വെച്ചാലും നടക്കുന്ന കാര്യമല്ല. ഇതൊരു സൂപ്പർ സംസ്ഥാനമാണ്. ഇപ്പം തന്നെ യുദ്ധം നടക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിലും കരച്ചിൽ കേരളത്തിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ 3-4 പേർ മരണപ്പെട്ടു എന്നാണ് വെളിപ്പെടുത്തപ്പെട്ട ഇത്. അതായത് ഗൾഫ് ഇവിടെ ഇറാഖിലെ കപ്പലിൽ നിന്ന് പിടിച്ചപ്പോൾ അവിടെ മരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഇതൊക്കെ. എന്നാ വെച്ചാൽ ലോകം മുഴുവൻ വായുണ്ട്. വായു എവിടെയുണ്ടോ അവിടെയെല്ലാം ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്. മലയാളികളില്ലാത്ത, ഇന്ത്യക്കാരില്ലാത്ത ഒരു രാജ്യവും ഇല്ല ലോകത്ത്. അതുകൊണ്ട് എവിടെ ഏതടി വീണാലും, എവിടെ ഏത് സമാധാന ഭ്രംശം ഉണ്ടായാലും കേരളത്തിലെ ഒരു വീടല്ലേ വേറൊരു വീട് ആശങ്കപ്പെടും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ഈ യുദ്ധം പരമാവധി വേഗത്തിൽ പര്യവസാനിപ്പിക്കാനുള്ള ഒരു അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അതുമാത്രമേ നമ്മളെക്കൊണ്ട് സാധിക്കത്തുള്ളൂ.
എന്നാൽ എനിക്ക് തോന്നുന്നു, എനിക്കറിഞ്ഞൂടെ. ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കൂടെ അറിയാമെങ്കിൽ അവരതിവിടെ പറയട്ടെ. എനിഹോ, ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യുദ്ധവും പടയും വെടിയൊക്കെ ഉണ്ടായില്ലേ, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ അതിനും കാലപരിധി ഉണ്ടല്ലോ, പൊട്ടിച്ച് തീർക്കണ്ടേ. അത് കുറേ അങ്ങ് തീരട്ടല്ലേ, പൊട്ടിച്ച് എന്നിട്ട് തീരുമ്പോൾ അവർ നിർത്തട്ടെ. എന്തായാലും ഗോഡൗണുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ച് വെച്ചിരുന്ന പലതും എടുത്ത് പൊട്ടിച്ച് വിടുന്നുണ്ട്. അത് തീരട്ടല്ലേ. ഓക്കെ, അതും ഒരു കമ്പോളമാണ്. ഈ ആയുധം ഉൽപ്പാദിപ്പിക്കുക, വിൽക്കുക എന്നുള്ളത് ഒരു കമ്പോളം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ധാരാളം ആയുധങ്ങൾ കയറ്റി അയക്കുന്നുണ്ടെന്നാണ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരിയാണെന്നറിയില്ല. നമ്മളും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യ അത്ര മോശമൊന്നുമല്ല. ഇന്ത്യ ഒരു ലോകരാജ്യമാണ്. ഒരിക്കൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരാൾ ഇന്ത്യയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കോരിത്തരിച്ചു പോയി. ഇന്ത്യയുടെ ശക്തി, സാമ്പത്തിക ശക്തി, സൈനിക ശക്തി, ജനകീയ ശക്തി എല്ലാം ഒത്തിരി സൂപ്പറാണ്. നമ്മളൊക്കെ ഈ ബെഡ് കോഫിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ശാന്തമായി ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയും രാജ്യത്തിൻ്റെ പരമാധികാരവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും കേരളമടക്കം കുറേ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് വരികയാണ്. പരമാവധി നമുക്ക് അച്ചടക്കം പാലിച്ച് അക്രമങ്ങളിലും അതിക്രമങ്ങളിലും ഒന്നും ചാടാതെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ഓരോ കുടുംബവും വിലപ്പെട്ടതാണ്. ഓരോ കുടുംബാംഗവും ഓരോ കുടുംബത്തിനും വിലപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് സംഘർഷങ്ങളോ കലാപങ്ങളോ ഒക്കെ ഉണ്ടാക്കി അതിലൊന്നും നഷ്ടപ്പെടാനിടയാകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു ഗവൺമെൻറ് കാലവിളംബം കൂടെ നമുക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഓക്കെ, നമ്മുടെ ആശാന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ദേശാടന പക്ഷികൾ എന്ത് ഭംഗിയല്ലേ, കാണുന്നുണ്ടോ? പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്വല്പം പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ നടന്നാൽ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ എല്ലാ ദിവസവും 4:20 എഴുന്നേക്കും. 5 മണിയാകുമ്പം ഫ്രഷായി പ്രാർത്ഥനയ്ക്കിരിക്കും. 6 നടക്കാൻ പോകും. എന്നാലും ഈ കാഴ്ചകളൊക്കെ കാണുന്നു. എത്ര സന്തോഷകരമാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നാം നേടിയെടുക്കുന്ന അറിവും നാം നേടി സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളും അതൊക്കെ ഒരു വിധത്തിൽ നമുക്ക് സന്തോഷം തരുമെങ്കിലും ആരോഗ്യം എന്നത് വളരെ പരമപ്രധാനമാണ്. ആശുപത്രിയിൽ രോഗി സന്ദർശനമായി മാത്രം നമ്മൾ പോകാറ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗോയിങ് വെൽ. ആശുപത്രി പോകുന്ന നമ്മൾ രോഗി സന്ദർശനം മാത്രമാണ്. എന്താ കാര്യം? നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, ഭക്ഷണം നിയന്ത്രിക്കുന്നു. നമ്മുടെ പിള്ളേർ സെറ്റെ കണ്ടോ, കരുത്തന്മാർ രാവിലെ എക്സസൈസ് ചെയ്യുന്നു. HDFC ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് കേട്ടോ, അല്ലേ? ബട്ട് ഈവൻ ദോ യു ആർ ഡൂയിങ് സം എക്സസൈസ്. ജിമ്മിൽ പോകുന്നുണ്ടോ? വെരി ഗുഡ്. നമ്മുടെ ഭാരതത്തിൻ്റെ കരുത്ത് നിങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് കരുത്തന്മാരായി, ശക്തന്മാരായി, വിവേകമതികളായി ജീവിക്കാം. സമൂഹത്തെ കെട്ടിപ്പടുക്കാം. അതിനുവേണ്ടി നമുക്ക് പോരടിക്കാം. എൻ്റെ ചാനൽ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല വിദേശത്തുള്ള നമ്മുടെ മലയാളികളുമൊക്കെ ധാരാളം കാണുന്നുണ്ട്. 1-2 സായിപ്പന്മാരും കാണുന്നുണ്ട്. ചിലരൊക്കെ എൻ്റെ റിലേറ്റീവ്സും കൂടെ. അപ്പം അതുപോലെ തന്നെ ഞാൻ അമേരിക്കയിൽ പോയപ്പം ഒരു ദ്വീപിൽ പോയി. എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരനാണ് സായിപ്പ. അവർ വലിയ കോടീശ്വരനാണ്. അപ്പോൾ അയാൾക്ക് ഒരു ദ്വീപിലൊരു വീടുണ്ട്. ആ വീട്ടിൽ പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ രീതി ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. അപ്പം നിർദ്ദേശങ്ങളൊക്കെ തരും.
അപ്പം ഇംഗ്ലീഷൊക്കെ കൂടുതൽ പറയണമെന്നൊക്കെ പറയും. അതാ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷൂടെ വിടുന്നത്, അവർക്കൂടെ വേണ്ടിയാണ്. ഇനിയോ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ചാനലായി നമ്മുടെ ചാനൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് മീ സൈമൺ, അത് പറഞ്ഞാൽ ഒരുപാട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.